കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ സ്വപ്നങ്ങളെയും ഭാവി ജീവിതത്തെയും പൂർണ്ണമായും തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള അഴിമതികളും ക്രമക്കേടുകളുമാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ നടന്നതെന്ന ആരോപണം ഇപ്പോൾ കൂടുതൽ ശരിവെക്കപ്പെടുകയാണ്. PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസത്തെയും പവിത്രതയും പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ട് പാർട്ടി അനുഭാവികൾക്കും നേതാക്കളുടെ ഇഷ്ടക്കാർക്കും ഉയർന്ന റാങ്കുകളും നിയമനങ്ങളും ഉറപ്പാക്കാൻ ചോദ്യങ്ങൾ വരെ വെട്ടിമാറ്റി മൂല്യനിർണ്ണയം നടത്തിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവിധ PSC റാങ്ക് ലിസ്റ്റുകൾ അട്ടിമറിക്കപ്പെട്ടു എന്ന പരാതികൾ മുൻപും ശക്തമായി നിലനിന്നിരുന്നെങ്കിലും ഭരണസ്വാധീനം ഉപയോഗിച്ച് നടന്ന ഇത്തരം ആസൂത്രിത തട്ടിപ്പുകളുടെ കൂടുതൽ വ്യക്തമായ തെളിവുകളാണ് പുറത്തുവന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് മുൻ പിണറായി സർക്കാരിനെയും PSC ഉദ്യോഗസ്ഥരെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഈ ഭീകരമായ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവന്നത്. പരീക്ഷ എഴുതിയ ഒരു പ്രമുഖ ഇടത് സംഘടനാ നേതാവിന് തന്നെ 1ാം റാങ്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വേണ്ടി അയാൾ തെറ്റിച്ചെഴുതിയതും വിട്ടുകളഞ്ഞതുമായ ചോദ്യങ്ങൾ തന്നെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് അധികൃതർ മൂല്യനിർണ്ണയം നടത്തിയത്. ഈ പരീക്ഷയിലെ 58 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ റദ്ദാക്കപ്പെട്ടതിനെ തുടർന്ന് വഞ്ചിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതിയിലാണ് SIT അന്വേഷണം ആരംഭിച്ചത്. 1ാം റാങ്ക് ലഭിച്ച ഇടത് നേതാവ് എഴുതിയ ഉത്തരങ്ങളിൽ 6 എണ്ണം പൂർണ്ണമായും തെറ്റാവുകയും 4 എണ്ണം അയാൾ എഴുതാതിരിക്കുകയും ചെയ്തിരുന്നു. സാധാരണ നിലയിൽ മൂല്യനിർണ്ണയം നടത്തിയാൽ ഇയാൾക്ക് മാർക്ക് കുറയുമെന്നും റാങ്ക് ലിസ്റ്റിൽ പിന്നിലാകുമെന്നും ഉറപ്പായതോടെയാണ് ഇയാൾ തെറ്റിച്ച 10 ചോദ്യങ്ങൾ പരീക്ഷയിൽ നിന്ന് പൂർണ്ണമായും റദ്ദാക്കി പുതിയ രീതിയിൽ മൂല്യനിർണ്ണയം നടത്തിയത്. അഹോരാത്രം പഠിച്ച് എല്ലാ പ്രതീക്ഷകളോടെയും പരീക്ഷ എഴുതിയ സാധാരണക്കാരായ 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ടാണ് ഭരണസ്വാധീനത്തിൽ ഇത്തരം തട്ടിപ്പുകൾ അരങ്ങേറിയത്. അന്നത്തെ ഭരണപക്ഷ നേതാക്കളുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും വേണ്ടി ഭരണഘടനാ സ്ഥാപനമായ PSC പണയം വെക്കപ്പെടുകയായിരുന്നു. നിലവിൽ PSC പരീക്ഷകളിൽ നടന്ന ക്രമക്കേടുകളുടെ വ്യാപ്തി വളരെ വലുതായതിനാൽ കേസ് അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആസൂത്രണ ബോർഡ് പരീക്ഷയ്ക്ക് പുറമെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ KS ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മറ്റു പല പരീക്ഷകളെ കുറിച്ചും ഉയർന്നുവന്ന ഗുരുതരമായ പരാതികൾ SIT ഇപ്പോൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. വിവിധ PSC പരീക്ഷകളുമായി ബന്ധപ്പെട്ട് 90ഓളം പരാതികളാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇതിൽ പിന്നാക്ക വികസന കോർപ്പറേഷനിലെ പ്രൊജക്ട് അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ മാത്രമാണ് കേസ് നിലനിൽക്കില്ലെന്ന് SIT വിലയിരുത്തിയിട്ടുള്ളത്. ബാക്കി ഭൂരിഭാഗം പരാതികളിലും ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി കാണാം. മുൻകാലങ്ങളിൽ നടന്ന ഇത്തരം അട്ടിമറികളിൽ നേരിട്ട് പങ്കുള്ള PSC ഉദ്യോഗസ്ഥരെയും ഇടനിലക്കാരെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരെ ചോദ്യം ചെയ്യുന്നതിനായി നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് SITയുടെ നീക്കം. PSCയുടെ മറവിൽ നടന്നിരിക്കുന്നത് കേവലം ഒരു തെറ്റല്ല, മറിച്ച് യുവജനങ്ങളുടെ ജീവിതം വെച്ച് പന്താടിയ വലിയൊരു ആസൂത്രിത ഗൂഢാലോചന തന്നെയാണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു പറയുന്നു. കേരളത്തിലെ ചെറുപ്പക്കാരുടെ നെഞ്ചിൽ തീക്കോരിയിട്ട യുവജന വഞ്ചനയും അഴിമതിയിലും ചോദ്യങ്ങൾ ഉയർത്താൻ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ തെരുവിലേക്ക് ഇറങ്ങുമോ എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ ചോദിക്കുന്നത്. സ്വന്തക്കാർക്ക് അനർഹമായി ജോലി നൽകാനായി PSCയെ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയവർക്കെതിരെ കടുത്ത ജനരോഷമാണ് ഉയർന്നു വരുന്നത്. ഭാവി തലമുറയുടെ ജീവിതം തകർത്ത കുറ്റക്കാർക്കെതിരെയും അതിന് കൂട്ടുനിന്ന ഭരണാധികാരികൾക്കെതിരെയും ദാക്ഷിണ്യമില്ലാത്ത കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ്.